ഇവിടത്തെ നിയമത്തിലോ അല്ലെങ്കിൽ ഇവിടത്തെ നിയമവ്യവസ്ഥയിലോ വിശ്വാസമില്ല എന്ന് പറയുമ്പം പലർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാറുണ്ട്. ഇപ്പൊ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഡൽഹിയില്. വിദ്യാഭ്യാസം അല്ലെ, നമ്മുടെ എഡ്യൂക്കേഷൻ, നീറ്റ് എക്സാമിന്റെ പേരില്, നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. ഇപ്പം നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ നടക്കുന്ന എന്തുവാ? ഗുണ്ടാവിളയാട്ടം. പോലീസ് ആക്രമണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരൊന്നും പോലീസായിട്ട് പോലും കണക്കാക്കാൻ പറ്റത്തില്ല. നെയിം ബോർഡ് പോലും ഇല്ലാതെ, യൂണിഫോം ഇല്ലാതെ അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ സമാധാനപരമായി നടന്ന ഒരു സമരം അടിച്ചമർത്തി ഓടിച്ചു വിടുന്ന പോലീസ് ഓഫീസേഴ്സ് സ്വന്തമായിട്ട് കല്ലെറിയ, വണ്ടി തല്ലി പൊട്ടിക്കുക. പോലീസുകാരെ ചെയ്യുന്ന പണിയാ. എങ്ങനെയുണ്ട് അല്ലെ? എല്ലാം കൂടെ ചെയ്തിട്ട് നാശനഷ്ടം വിദ്യാർത്ഥികളുടെ പേരിലാക്കാലോ. അവര് തല്ലി പൊട്ടിച്ചു, അവര് കല്ലെറിഞ്ഞു, അവര് കത്തിച്ചു. നിങ്ങളെ പോയി പിച്ചെടുക്ക. പോലീസായിട്ടും ആർമി ആയിട്ടൊക്കെ നിങ്ങൾ അവിടെ നിൽക്കുന്നതിനേക്കാളും വേദം പോയി ഇരുന്ന് പിച്ചെടുക്കുന്നതാണ്. അതിൽ കുറച്ചെങ്കിലും അഭിമാനമുണ്ട്. ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നതിനേക്കാളും വേദം അതാ. ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ വിദ്യാഭ്യാസ, പറയുന്നില്ല ഞാൻ. ഉളുപ്പുണ്ടോ? തന്റെ കഴിവുകേടാണോ ചോദ്യ പേപ്പർ ചോർന്നതും ഈ നടക്കുന്ന ക്രമക്കേടുകളെല്ലാം? അതാദ്യം ഒന്നും മനസ്സിലാക്കണം. ഒരുത്തന്റെ കഴിവുകേടിന്റെ ഭാഗമായിട്ടുള്ളത്. ആ പണിക്ക് കൊള്ളത്തില്ലെങ്കിൽ പോയി രാജിവെച്ച് ഇറങ്ങിപ്പോ. കഴിവില്ലാത്തവർക്ക് ഇരിക്കാനുള്ള കസേരയല്ല അത്. ആദ്യമായിട്ടല്ലല്ലോ ചോദ്യ പേപ്പർ ചോർച്ച. നിങ്ങളുടെ കഴിവില്ലായ്മയാ അത്. എക്സാമിന് പോകുമ്പം കുട്ടികളോട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? പബ്ലിക്കായിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചിട്ട് ഡ്രസ്സ് പരിശോധിക്കുക, അവിടെ പരിശോധിക്കുക, ഇവിടെ പരിശോധിക്കുക. അതിനൊക്കെ ഭയങ്കര കഴിവാ. ചോദ്യ പേപ്പർ സംരക്ഷിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എന്തുവാ ചെയ്ത? ടെലഗ്രാം അങ്ങ് ബ്ലോക്ക് ചെയ്തല്ലേ? ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും? ചോദ്യം ചോദിക്കുന്നവനെ അടിച്ചമർത്താനല്ലാണ്ട് വേറെ എന്തെങ്കിലും പറ്റുമോ? പറ്റത്തില്ലല്ലോ. ആരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അടിച്ചമർത്താം, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നല്ലാണ്ട് അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താം എന്ന് ആലോചിക്കാറുണ്ടോ? എവിടെ അല്ലെ? ഇത്രയും കുട്ടികൾ അവിടെ വെള്ളം പോലും ഇല്ലാതെ, അവർക്ക് വെള്ളം പോലും കിട്ടാനുള്ള സാഹചര്യം ഇല്ലാണ്ട് നിങ്ങൾ അങ്ങ് ഒതുക്കാൻ ശ്രമിച്ചു. നടന്നില്ലല്ലോ. സ്വിഗ്ഗി ആയിട്ടും സൊമാറ്റോ ആയിട്ടും ബ്ലിങ്കിറ്റ് ആയിട്ടും അവർക്ക് വേണ്ടതൊക്കെ അവിടെ എത്തുന്നുണ്ട്. അതറിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്തായിരുന്നു? ഫുഡും വെള്ളമൊന്നും വെറുതെ പാഴാക്കരുത്, അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തത് അല്ലെ? അത്രയും ആൾക്കാർ പട്ടിണി കിടന്നങ്ങ് ചത്തു കഴിഞ്ഞാൽ പറയാം, ഓ അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പട്ടിണി കിടന്നങ്ങ് ചത്തു. അതിനുള്ള ഇതായിരിക്കും. വിദ്യാഭ്യാസവും ഇല്ലാത്ത, വിവരം ഇല്ലാത്ത കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് മന്ത്രിമാരും മറ്റേതും മറിച്ചതും ഒക്കെ കൊണ്ടാക്കിയിട്ട് അങ്ങ് ഉണ്ടാക്ക്. നിങ്ങളെയല്ല കുറ്റം പറയേണ്ടത്. നിങ്ങളൊക്കെ വോട്ട് ചെയ്യിപ്പിച്ച് മുകളിൽ ഇരുത്തിയേക്കുന്ന ജനങ്ങളുടെ പ്രശ്നം അതൊക്കെ. അവരെ പറഞ്ഞാ മതി. നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് തന്ന് ഇരുത്തിയില്ലേ കുറെ മണ്ടന്മാരായ കുറെ ജനങ്ങള്. അവരെ പറയണം. വോട്ടിന്റെ സമയമാകുമ്പോ ഇറങ്ങും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മറ്റേത് ചെയ്യാം, മറിച്ചത് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് തേങ്ങക്കൊലയാ ചെയ്യുന്നേ? വോട്ടും കിട്ടി അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റ് എങ്ങനെ നിറയ്ക്കാം, സ്വന്തം കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലാണ്ട് വേറെ എന്തെങ്കിലും തേങ്ങ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കുട്ടികളും രക്ഷിതാക്കളും അവിടെ വന്നിട്ട് ഇന്ന് ഈ സമരം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. പാർലമെന്റ് മെമ്പേഴ്സിനെ വരെ പിടിച്ചഴിച്ചുകൊണ്ട് പോകുന്ന പോലീസുകാര് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയാ. എന്നിട്ട് ഈ ന്യൂസ് വല്ലതും റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. അതിനും പുറത്തു നിന്നുള്ള ആൾക്കാർ വേണ്ടി വന്നു. അവർക്ക് അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതില് മറ്റേത് മറിച്ചത് ജാമറ വെച്ചിട്ടെല്ലാം ബ്ലോക്ക് ചെയ്യുക. മണിപ്പാലിൽ ഇതേ അവസ്ഥയായിരുന്നല്ലോ. അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തറിയരുതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി. അത് തന്നെയല്ലേ ഇവിടെയും ചെയ്യുന്നത്. മരിച്ച കുട്ടികളുടെ പാരന്റ്സിന് പോയി അല്ലേ?
രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അവർ എക്സാം എഴുതി റിസൾട്ടിന് കാത്തിരിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട്, എന്നിട്ട് വിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന മഹാന്റെ രാജി ആവശ്യപ്പെട്ടപ്പോ അങ്ങേരവിടെ പ്രൊട്ടക്ഷൻ പിടിച്ച് മടിയിലിരുത്തന്നാ. എന്നിട്ട് താരാട്ടും കൂടെ പാട്ടി അങ്ങ് ഉറങ്ങട്ടെ. ഒന്നിനും കൊള്ളാതെ കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് മോളുടെ സ്ഥാനത്തിൽ കൊണ്ട് അങ്ങ് ഇരുത്തും. എടാ, സ്വന്തം കഴിവില്ലായ്മ മനസ്സിലായിക്കെങ്കിൽ പോയി രാജിവെച്ച് ഇറങ്ങിപ്പോയി പണ്ടാരടങ്ങ്. എന്തിനാ അവിടെ ഇരിക്കുന്നത്? അതുള്ള യോഗ്യത പോലും ഇല്ല. എന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം അല്ലേ? കിട്ടുന്നുണ്ടല്ലോ കുട്ടികളെ. അതായത് അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോ അവർക്കൊരു സമയം കഴിഞ്ഞപ്പോ അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ഓടിച്ചിട്ട് തല്ലുന്നുണ്ടല്ലോ എല്ലാത്തിനെയും പിടിച്ചിട്ട്. അനുഭവിക്കണം. പോലീസാണ്, ആർമിയാണ്, തിരിച്ചൊന്നും ചെയ്യത്തില്ല എന്നുള്ള അഹങ്കാരം വെച്ചിട്ട് പാവപ്പെട്ട സ്റ്റുഡൻസിന്റെ നെഞ്ചത്തോട്ട് കയറുമ്പോ ഒരു സമയം കഴിയുമ്പോ അവർ തിരിച്ച് പ്രതികരിക്കുന്നുള്ള ബോധം ഇനിയെങ്കിലും ഉണ്ടാവണം. തുടങ്ങി വെച്ചത് നിങ്ങളാ, അല്ലാണ്ട് വിദ്യാർത്ഥികളല്ല. സമാധാനപരമായിട്ട് പോയ ഒരു സംഭവം ആക്രമണത്തിലേക്ക് എത്തിച്ചത് നിങ്ങളാ. അപ്പൊ തിരിച്ചു കിട്ടുന്നതും മേടിക്കണം. കൊടുത്ത കൊല്ലത്തെ കിട്ടുന്നതാണല്ലോ. അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു തരുമ്പോ അത് മേടിച്ചോ. ഇനി പോലീസുകാരെ തല്ലിയെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുമായിരിക്കും. പാവപ്പെട്ട കുട്ടികളെ തല്ലി ചതച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. പോലീസുകാരെ തല്ലി അത് വലിയ കൊമ്പത്തെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കൊണ്ടുവരുമായിരിക്കും. അതിനായിരിക്കണല്ലോ പോലീസുകാരെ വെച്ചിട്ട് വണ്ടി തല്ലി പൊട്ടിക്കുക, കല്ലെറിയുക, എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിൽ കൊണ്ട് വെക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? കോക്രോച്ച് നല്ലതായിട്ട് കിട്ടുന്നുണ്ടോ? ഇത്രയും പ്രതീക്ഷ കാണത്തില്ല അല്ലേ? എന്ത് വിചാരിച്ചു? കുറെ പോലീസുകാരെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അടിച്ചമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ നിർത്തുമെന്ന് വിചാരിച്ചോ? വിദ്യാഭ്യാസമാണ് ഒരു പൗരന്റെ അവകാശമാണത്. അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ല ചോദിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട അവകാശമാണ് അവർ ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചേക്കുന്ന നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. അവരുടെ അവകാശമാണ് അവരത്. അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യത്തിന് നിങ്ങൾ കൊടുക്കേണ്ട സാധനമല്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടിന്റെ ഇതുകൊണ്ടാ, അല്ലാണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല. കഴിവുണ്ടാക്കുന്ന പറഞ്ഞാൽ എന്ത് തേങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിവിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. ഇതൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് അങ്ങ് പൊള്ളുമായിരിക്കും. എനിക്ക് ബാക്കി ഞാൻ പറയുന്നില്ല. ശരിയെന്നാ.